കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ വിലക്കിയ സംഭവത്തിൽ സ്കൂളിന് വീഴ്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ച് തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ഹിജാബിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ 11-ന് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം മന്ത്രി വിഷയം വഷളാക്കുകയാണെന്ന് സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു പ്രതികരിച്ചു. സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. അതേസമയം സ്കൂളിന്റെ നിയമാവലി പാലിക്കാൻ തയ്യാറാണ് എന്ന് കുട്ടിയുടെ പിതാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ വരെ പോസ്റ്റുകൾ ഇറക്കി. ഞാൻ സാധാരണ കുടുംബം നയിക്കുന്ന എന്നെ ഇങ്ങനെ വലിച്ചേക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേറെ എന്തോരോ വഴികളുണ്ട്. ഇവിടെ പഠിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് ഇങ്ങനെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ആൻമരിയ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഇതിൽ വീണ്ടും ഇത് സങ്കീർണമാവുകയാണോ സാഹചര്യം? എന്താണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷം ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം? വിജയകുമാർ, തീർച്ചയായിട്ടും പ്രശ്നത്തിന് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടി കടന്നതാണ്. അത് സ്കൂൾ മാനേജ്മെന്റുമായി പിതാവ് നടത്തിയ ചർച്ചയിലാണ് അക്കാര്യം വ്യക്തമാക്കിയതും. പിതാവ് തന്നെയാണ് ആ കാര്യം വ്യക്തമാക്കിയത്. സ്കൂളിന്റെ യൂണിഫോമുമായി ബന്ധപ്പെടുന്ന രീതി അല്ലെങ്കിൽ സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പിതാവ് വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അത് ഇങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിന് പൂർണ്ണമായിട്ടും സംഭവവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു കൃത്യവിലോപമാണ് ഈ വിഷയവുമായി അവിടെ നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂളിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുള്ള റിപ്പോർട്ട് ഈ 11 മണിക്ക് മുൻപായിട്ട് എത്തിക്കണമെന്നും മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലായിട്ട് കുറിക്കുന്നു. ഇതിനെതിരെ ഈ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് അറിയിക്കുന്നത് ഇങ്ങനെയാണ്: മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഒരു ഓർഡർ അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ഓർഡർ ലഭിക്കുന്നതിന് മുൻപ് മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് ശരിയായിട്ടില്ല. പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായ സാഹചര്യത്തിൽ അതിനുശേഷം ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് മന്ത്രി മുന്നോട്ട് വന്നത് എന്തുകൊണ്ടാണ് എന്നും അവർക്കറിയത്തില്ല എന്ന തരത്തിൽ, അതായത് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയായിട്ടാണ് സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും രംഗത്ത് വന്നിരിക്കുന്നത്. നാളെ രാവിലെ 8:45 2 ദിവസം സ്കൂൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. ചില പ്രശ്നങ്ങളെ തുടർന്ന് 2 ദിവസം സ്കൂള് ഹൈക്കോടതിയുടെ സംരക്ഷണയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിന് അവധിയുമായിരുന്നു. നാളെ ഈ അവധിക്ക് ശേഷം നാളെ 8:45 സ്കൂൾ ടൈം. ഈ സമയത്ത് സ്കൂൾ തുറക്കും. പിന്നീട് സ്കൂൾ മാനേജ്മെന്റും മറ്റ് അധികൃതരും തമ്മിലുള്ള ചർച്ചയുണ്ടാകും. അതിന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം പങ്കെടുക്കും. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും സ്കൂളിന്റെ നിലപാട് എന്ത്, ഇക്കാര്യത്തിൽ സ്കൂളിന്റെ നിലപാട് എന്ത് എന്നുള്ള കാര്യം വ്യക്തമാക്കുക. ഇതിനകത്ത് രാവിലെ കുട്ടിയുടെ പിതാവ് സ്കൂൾ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും അക്കാര്യത്തിൽ കുട്ടിയുടെ പിതാവിനുള്ള ഒരു ചെറിയ ആശങ്കയും കുട്ടിയുടെ പിതാവ് അറിയിച്ചതാണ്. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു നാളെ ഒരു ചർച്ച, പൂർണ്ണമായിട്ടുള്ളൊരു ചർച്ച, അത് അഭിഭാഷകയുടെ നേതൃത്വത്തിലുമായിരിക്കും ഈ ചർച്ച നടക്കുക. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ മന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിലും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായതിനു ശേഷം മന്ത്രിയുടെ ഈ നിലയിലുള്ള ഒരു പ്രസ്താവന, അതിനെതിരെയായിട്ടാണ് ഇപ്പോൾ സ്കൂളിന്റെ നിലപാട്. വിജയകുമാർ. കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂള് ഈ തർക്കങ്ങൾക്കിടെ 2 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. സ്കൂളിന് പോലീസ് സംരക്ഷണമൊക്കെ ഉറപ്പാക്കാൻ കോടതി ഉത്തരവുണ്ട്. നാളെ സ്കൂൾ വീണ്ടും തുറക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ അറിയിക്കാം. അതിൽ ഈ മന്ത്രി ഇക്കാര്യത്തിൽ സൂചിപ്പിച്ച നിർദ്ദേശങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് ആ ഘട്ടത്തിൽ അറിയിക്കാം എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.